അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഫീസ്റ്റ് ആൻഡ് ഫാസ്റ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഏറ്റവും എളുപ്പത്തിൽ വീട്ടിലെപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചുണ്ടാക്കുന്ന ഒരു ഈവനിങ് സ്നാക്കായിട്ടാണ്. നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് മുട്ട. അപ്പോൾ മുട്ട ഉപയോഗിച്ചുണ്ടാക്കുന്ന ഈ സ്നാക്കിൻ്റെ പേരാണ് നമ്മൾ മുട്ട ചമ്മന്തി എന്ന് പറയും. ഇത് നമ്മൾ 2 മെത്തേഡിലും ഇവിടെ ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഏത് മെത്തേഡ് യൂസ് ചെയ്താലും ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ മുട്ടയാണ് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ 5 മുട്ട എടുത്തിട്ടുണ്ട്. ഓരോന്നും ക്വാർട്ടർ ഭാഗമാക്കി നമ്മൾ മുറിച്ച് 4 പീസ് ഓരോ മുട്ടാക്കി നമുക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആകെ ഇവിടെ 20 പീസ് മുട്ട കിട്ടിയിട്ടുണ്ട്. പിന്നെ ചിരകിയ തേങ്ങ 1.5 കപ്പ്, കറിവേപ്പില 2 അല്ലി, പച്ചമുളക് 3 എണ്ണം, ചപ്പും പുതിനയുടെ ഇല 1/2 കപ്പ്, തൈര് 1 ടീസ്പൂൺ, പിന്നെ ഇവിടെ 2 പൊട്ടാറ്റോ ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് നമ്മൾ വേവിച്ചെടുത്തതാണ്. അത് നന്നായിട്ട് ഇവിടെ മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സവാള ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ പച്ചമുളക് അതും 2 പച്ചമുളക് നമ്മൾ ചെറുതാക്കി അരിഞ്ഞതാണ്. എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും അതും നമ്മളിവിടെ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ 1 ടേബിൾ സ്പൂൺ ഉണ്ടാകും ഏകദേശം. പിന്നെ നമ്മുടെ ബ്രെഡ് ക്രംസ്, നമുക്ക് ഫ്രൈ ചെയ്ത് ഡിപ്പ് ചെയ്യാനുള്ള മുട്ട ഇവിടെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും. അപ്പോൾ പേരിലുള്ള പോലെ തന്നെ നമുക്ക് ആദ്യം റെഡിയാക്കേണ്ടത് ചമ്മന്തിയാണ്. ചമ്മന്തി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്നതാണ്, പക്ഷെ എന്നാലും ഇവിടെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതെന്നുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഒരു മിക്സി എടുത്ത് വെക്കാം. അതിലേക്ക് നമ്മുടെ തേങ്ങ ഇട്ട് കൊടുക്കാം, കറിവേപ്പില, ചപ്പും പുതിനയുടെ ഇല, പിന്നെ നമ്മുടെ പച്ചമുളക്. ഇനി ഇവിടെ തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തൈര് ഒഴിച്ച് കൊടുക്കാതെ നമ്മൾ ചമ്മന്തി ഉണ്ടാക്കാറുണ്ട്, പക്ഷേ ഇവിടെ നമ്മൾ തൈര് ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ടത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളിവിടെ അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ ചമ്മന്തിയിൽ വെള്ളം കുറവ് അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് തൈര് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഓരോ മുട്ടയിലും കവർ ചെയ്യാം. നമ്മൾ മുട്ടയുടെ ഉൾഭാഗത്ത് മാത്രമാണ് നമ്മുടെ ചമ്മന്തി കവർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതുപോലെ ഓരോ മുട്ടയിലും ചമ്മന്തി കവർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാ പീസ് മുട്ടയും നന്നായിട്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് 2 മെത്തേഡിലും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് അതിനുള്ള പൊട്ടാറ്റോ മസാല എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ അതിനായിട്ടൊരു പാൻ എടുത്ത് വെക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അത് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഇളക്കുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് ഇളക്കിയെടുക്കാം. സവാള വാടി വരുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇത് ഇളക്കിയെടുക്കാം. സവാള നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച നമ്മുടെ പൊട്ടാറ്റോ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ട് ഇളക്കിയെടുക്കാം. പൊട്ടാറ്റോ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സ്റ്റവിൽ നിന്ന് മാറ്റി വെക്കാം. നേരത്തെ ഉണ്ടാക്കി വെച്ച മുട്ട ചമ്മന്തി നമ്മളിവിടെ പകുതിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പകുതി പൊട്ടാറ്റോയുടെ മസാല വെച്ച് ചെയ്യുന്നതും ബാക്കി നമ്മൾ അങ്ങനെ തന്നെ ഫ്രൈ ചെയ്യുന്നതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിലെ പകുതിയായിട്ടുള്ള മുട്ട ഓരോ പീസിലും പൊട്ടാറ്റോയുടെ മസാല വെച്ചിട്ട് കവർ ചെയ്യാം.
ഇത് നമ്മൾ നേരത്തെ ചമ്മന്തി കവർ ചെയ്ത പോലെയല്ല, നമ്മൾ മുട്ട ഫുൾ ഈ പൊട്ടാറ്റോയുടെ മസാല വെച്ചിട്ട് കവർ ചെയ്തെടുക്കും. ഇനി നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യുന്നത് പോലെ ഓരോ മുട്ടയും നമുക്ക് ആദ്യം ബീറ്റ് ചെയ്ത മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കാം. അങ്ങനെ നമ്മൾ എല്ലാ പീസും അങ്ങനെ ചെയ്തെടുക്കും. ഇപ്പോൾ നമ്മൾ പൊട്ടാറ്റോയുടെ മസാല വെച്ച് ചെയ്ത അതെല്ലാം നമ്മൾ മുട്ടയിലും ബ്രെഡ് ക്രംസിലും മുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വെറും ചമ്മന്തി മാത്രം കവർ ചെയ്തതും അതുപോലെ മുക്കിയെടുക്കണം. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാനിൽ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് വച്ചിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഓരോ പീസും നമ്മൾ ഇതിട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒരു സൈഡ് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാനിൽ നിന്ന് എടുക്കേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതുപോലെ നമുക്കെല്ലാം അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.